ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. വാഗമണിൽ ഞങ്ങൾ ഇന്നലെ ഉറക്കമെല്ലാം കഴിച്ച് എഴുന്നേറ്റ് ഈ സമയമായി 9 മണിയായിരുന്നു. ഇതേവരെ സൂര്യനെ ഇവിടെ കണ്ടിട്ടില്ല, വെട്ടമൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റ് രാവിലെ കാപ്പി കുടിക്കാനുള്ള പരിപാടിയാണ്. കടുങ്കാപ്പി കുടിച്ചു. ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വെക്കണം, അതിൻ്റെ പരിപാടിയിലൊക്കെയാണ്. നമ്മളെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. ഹായ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഒന്ന് ഈ സൈറ്റൊക്കെ ഒന്ന് പോയി കാണുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ലേറ്റായി. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. രാവിലെ രാത്രിയിലേക്കാളും ശകലം തണുപ്പുണ്ട്, എന്നാലും അത്രയ്ക്ക് പ്രതീക്ഷിച്ചത്രയും ഇല്ല. നല്ല കാറ്റുണ്ട് ഇപ്പോഴും. അപ്പോൾ രാവിലെ ഞങ്ങൾ കാപ്പിക്ക് കറി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളിലാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് നമുക്ക് റോയൽ എന്ന് പറഞ്ഞ കടയിൽ നമുക്ക് പൊറോട്ട കൊണ്ട് തരും. ഇന്നലെ ചപ്പാത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്ന് തന്നെ. അപ്പോൾ അതിനുവേണ്ടി കറി തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മൾ. ഒത്തിരി ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് എല്ലാവരും ഉറക്കപ്പിച്ചുണ്ട്. കടിഞ്ചായയിൽ കട്ടൻ കാപ്പിക്ക് വരും കടിഞ്ചായയാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരു മധുരമൊക്കെ കൂട്ടി അടിച്ച് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഈരാറ്റുപേട്ടയിൽ നിന്ന് റോയലിൽ നിന്ന് നമുക്ക് പൊറോട്ട എത്തിയിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ട നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി റെഡിയായാൽ മതി. രാവിലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് ഇളക്കി നോക്കുന്നുണ്ട്. പൊറോട്ടയും ബീഫ് കറിയും കയറ്റുമാണ്. ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. ഉച്ചയ്ക്ക് നമ്മൾ നെയ്ച്ചോറ്, പപ്പടം, അച്ചാർ, സലാഡ് എന്നിവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളിത് നെയ്യ് അതിൻ്റെ മേളിൽ വെച്ച് ഒരുക്കിയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറിന് വേണ്ടിയുള്ള വെള്ളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിളപ്പിക്കുകയാണ്. നമ്മുടെ മെയിൻ ഷെഫ് ഷാഹുലിൻ്റെ നേതൃത്വത്തിൽ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന പോലൊന്നുമല്ല, മെയിൻ ആളാണ്. ഏകദേശം ഒരു 1000 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഷാഹുലിനെ സമീപിച്ചാൽ മതിയായിരിക്കും. എൻ്റെ വീടിൻ്റെ കയറിത്താമസത്തിനൊക്കെ റൈസും ചിക്കനൊക്കെ ഉണ്ടാക്കിയത് ഷാഹുലായിരുന്നു. അടിപൊളി ഫുഡാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമീപിക്കാം. അപ്പോൾ നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം പറ്റുന്നതോടുകൂടി നെയ്ച്ചോറ് സെറ്റാവും. അടുത്ത് നമ്മൾ പപ്പടം വറക്കാൻ പോവാണ്. അങ്ങനെ പപ്പടമൊക്കെ വറുത്തു, സലാഡും ഒക്കെ സെറ്റാക്കി നമ്മൾ നെയ്ച്ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റെഡിയാകാനായിട്ട് തിരിച്ച് പോകാനായിട്ട് റെഡിയാവുകയാണ്. പരുന്തുംപാറയിലേക്ക് പോകാനാണ് പോകുന്നത്. അപ്പം പോകാനായിട്ട് എല്ലാവരും റെഡിയായി കുളിച്ചൊരുങ്ങി എല്ലാം സെറ്റായിട്ട് ദൈവം നമ്മുടെ ഈ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ വാതിക്കൽ നിൽപ്പുണ്ട്. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുകയാണ്. നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ കൂടി ഒരുത്തം പോയി ആ കണ്ണാടി നോക്കി ഉണ്ടൊക്കെ സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ തങ്ങാൻ നല്ല വൈബായിരുന്നു. നല്ല ഹോം സ്റ്റേ ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മഴക്കാറുണ്ട്. ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ 12 മണി വരെ ഉള്ളൂ നമുക്ക് റൂം. അപ്പോൾ നമ്മളിവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. ഇനി സൈറ്റ് സീയിങ്ങിന് പോവാണ്. പോയി എവിടെയെങ്കിലുമൊക്കെ വെച്ച് നല്ല നമുക്ക് സാഹചര്യം കിട്ടുന്ന പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വണ്ടി അപ്പുറത്താണ്, ബസ് ഇവിടെ ഇങ്ങോട്ട് വരത്തില്ല, ബസ് അപ്പുറത്താണ്. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാണ്.
നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെല്ലാം എടുക്കുവാണ്. ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം എടുത്ത് നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നമ്മുടെ ഫുഡ്, ഉച്ചക്കത്തുള്ള ഫുഡ് ഇതാണ്: പപ്പടം, നെയ്ച്ചോറ്, സലാഡ്, അച്ചാർ. നമുക്കിവിടെ ബീഫ് ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നമ്മളെല്ലാവരും എഴുന്നേറ്റ് വന്നപ്പം ലേറ്റായി. അതുകൊണ്ട് ഒരു ഇറച്ചി മേടിക്കാൻ പോയി, അതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കുക്ക് ചെയ്യാനായിട്ട് ലേറ്റാവും. അതുകൊണ്ട് ഇത്ര സാധനത്തിൽ ഒതുക്കി. ഇവിടെ നോക്കുമ്പോൾ താഴെ നമുക്കൊരു തടാകം കാണാം. ഇവിടെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും 365 ദിവസവും ഇവിടെ വീടിന് അവിടെയെല്ലാം വെള്ളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. വള്ളത്തിലൊക്കെ കയറി കൊതി തീർന്നതാണ് എല്ലാവരുടെയും. കാരണം ഇവിടെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ആർക്കും ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പരുന്തുംപാറയിലേക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ മണിക്കൂറുകൾ താമസിച്ചാണ് നമ്മുടെ പരുന്തുംപാറയിലേക്ക് എത്തിയത്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. രാവിലെ പൊറോട്ട കഴിച്ചതുകൊണ്ട് അങ്ങനെ ആർക്കും അന്നേരം വിശന്നില്ല. പക്ഷേ ഇത്രയും ദൂരം ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. നമ്മൾ പരുന്തുംപാറ എത്തി. നമ്മളൊരു ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിലോട്ട് വണ്ടി ഇറക്കുകയാണ്. നല്ല കാറ്റുണ്ട്.
പിന്നെ നല്ല ചാറ്റുമഴയുണ്ട്, തണുപ്പും കൂടിയാണ്. മഞ്ഞ് പെയ്യുന്നതാണോ മഴയാണോ എന്നറിയാം, രണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ താഴെ നമുക്ക് കോടമഞ്ഞ് പോലെ കാണാം, പക്ഷേ നല്ല കാറ്റുണ്ട്, ചെറിയ നല്ല കട്ടിക്ക് തന്നെ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കട്ടിക്ക് നല്ല കാറ്റാണ്, നല്ല ചാറ്റൽ മഴയുണ്ട്. അപ്പം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കാണാനും പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഒരു പ്രതികൂല കാലാവസ്ഥയാണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് വീണ ഒരു കുപ്പിയാണ് ഈ പോകുന്നത്. നല്ലതായിട്ട് കാറ്റുള്ളതുകൊണ്ട് വണ്ടിയിൽ നിന്ന് വീണപ്പോൾ തന്നെ കാറ്റ് കൊണ്ടുപോവാണ് ഇതിനെ. താഴോട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞ് കാണാം, കോടമഞ്ഞുണ്ട്. ഈ മഴയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കറക്റ്റായിട്ട് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല, മൂടി നിൽക്കുകയാണ്. ഇപ്പോൾ വിശപ്പായതുകൊണ്ട് എല്ലാവരും ഇതേ വണ്ടിക്ക് ചുറ്റും വന്ന് നിൽക്കുകയാണ്. ആകെ ഒരു ഷെൽട്ടർ ഉള്ളത് കൊണ്ട് ആ വണ്ടിയുടെ ബാക്ക് ഡോർ പൊക്കിയതാണ്. അതിൻ്റെ അടി കയറി നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പപ്പടമൊക്കെ പറന്നു പോവാണ്. ഇപ്പം ഞങ്ങളെ കൂടെ തന്നെ പരുന്തുംപാറ കാണാമെന്നവർക്കെല്ലാം നിരാശയായിരുന്നു. ഇപ്പോൾ അവരെ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കുട നിർത്തി, ആ കുട വരെ പറന്നുപോയി. വലിയ പ്രതീക്ഷയിൽ ഇവിടം വരെ എത്തിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും വണ്ടിയിരിക്കുകയാണ്. കുറച്ച് പേര് മാത്രം ഉടുപ്പൊക്കെ ഊരി തുള്ളാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടം വരെ വന്നതല്ലേ, അങ്ങനെയെങ്കിലും ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വെളിയിറങ്ങിയിട്ടുള്ളൂ. നല്ല തണുപ്പാണ്. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ടൊന്നും നമുക്ക് മഴ കുറയുന്നില്ല. അപ്പം നമ്മൾ ഒരു തീരുമാനം എടുത്ത് തിരിച്ചു പോകാം. അപ്പം പോരുന്ന വഴിക്ക് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എങ്ങാനും നിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ നിർത്തി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് അവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോരാന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് യാത്ര തുടരുകയാണ്. നമ്മുടെ വണ്ടി ഓടി വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. പക്ഷേ അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. വെള്ളച്ചാട്ടം ജസ്റ്റ് കണ്ടു, ആ വഴി തന്നെ വണ്ടി ഇരുന്ന് തന്നെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മഴ നമ്മുടെ ടൂറിൽ, നമ്മുടെ ട്രിപ്പിൽ ഒരു വില്ലനായി അവതരിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടൊക്കെ വിളിച്ചപ്പോൾ കോട്ടയത്ത് ഫുള്ള് മഴയാണ്. അപ്പം ഇവിടെ മാത്രമല്ല, നമുക്ക് കോട്ടയം ടൗണിലും നമ്മുടെ വീടിൻ്റെ അവിടെ എല്ലാം നല്ല മഴയാണ്. അപ്പോൾ പരുന്തുംപാറ കാണാൻ പറ്റിയില്ലെന്ന് ഒഴിച്ചാൽ നമ്മൾ അവിടുത്തെ റൂമിൽ അവിടെ അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അവിടെ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈറ്റ് സീയിങ്ങിന് പരുന്തുംപാറയിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ടൂറിൽ നമുക്കതിൻ്റെ കേട് തീർക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എത്ര പറഞ്ഞാലും മതിയായില്ല. അതുപോലെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫും വണ്ടിയാണെങ്കിൽ തന്നെ അടിപൊളിയാണ്. അപ്പം ആർക്കെങ്കിലും ടൂറിസ്റ്റ് വണ്ടി വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടുന്ന നല്ല സർവീസാണ്. നമുക്ക് അതുപോലെ അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂറിൻ്റെ മികച്ച പാട്ടെന്ന് പറഞ്ഞാൽ കത്തിമേലെ കത്തി എന്ന് പറഞ്ഞ തമിഴ് ആൽബം ഉണ്ട്. ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തത്. Agora tu
അങ്ങനെ നമ്മുടെ ടൂറ് അവസാനിച്ചിരിക്കുക. നമ്മുടെ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല വീഡിയോസും നമ്മുടെ ക്ലബിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു ട്രിപ്പിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.